ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് പൊളൈറ്റ് വേർഡ്സ്. നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ എങ്ങനെ പൊളൈറ്റായിട്ട് സംസാരിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവന്ന് ഇരിക്കട്ടെ, എന്തായാലും നമ്മൾ അതിലൊരു പൊളൈറ്റ് വേർഡ്സ് ഉപയോഗിക്കും. സോ നമ്മൾ മലയാളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മളത് എസ്പെഷ്യലി മുതിർന്ന ആൾക്കാരാകുമ്പോൾ നമ്മൾ കുറച്ച് റെസ്പെക്റ്റ് ഇട്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ആരോട് സംസാരിച്ചാലും എസ്പെഷ്യലി മുതിർന്ന ആൾക്കാരോടായാലും സെയിം ഏജ് ആൾക്കാരോടായാലും നമ്മളെക്കാളും താഴ്ന്ന ആൾക്കാരോടായാലും നമ്മൾ ഒരേ വേർഡ്സാണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ പൊളൈറ്റ് വേർഡ്സ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ് പൊളൈറ്റ് വേർഡ്സ് എന്ന് നമുക്ക് നോക്കാം. സോ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പൊളൈറ്റ് വേർഡ്സ്. ഹൗ ടു സ്പീക്ക് പൊളൈറ്റ്ലി വിത്ത് അതർ പീപ്പിൾ എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് നമുക്ക് എങ്ങനെയാണ് പൊളൈറ്റായിട്ട് സംസാരിക്കാൻ പറ്റുക എന്നാണ് നമുക്ക് നോക്കാം. സോ അതിന് കുറച്ച് വേർഡ്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഹിയർ ഐ ആം ഗോയിങ് ടു ടെൽ യു സം പൊളൈറ്റ് വേർഡ്സ്. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് പൊളൈറ്റ് വേർഡ്സാണ്. നമുക്ക് മറ്റുള്ളവരോട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്ന വേർഡ്സാണ് പ്ലീസ്. ഇപ്പോൾ നമ്മൾ ഒരാളുടെ പ്ലീസ് നമ്മൾ യൂസ് ചെയ്യും, പല സാഹചര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യും. പ്ലീസ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഏത് സിറ്റുവേഷൻ വന്നാലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അത് പ്ലീസ് ഗിവ് മീ 1 ഗ്ലാസ് ഓഫ് വാട്ടർ, അങ്ങനെയൊക്കെ നമ്മൾ പൊളൈറ്റായിട്ട് പ്ലീസ് വെച്ചിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും. അതാണ് നമ്മൾ പ്ലീസ് വെച്ചിട്ട് ചോദിക്കുന്നത്. ഇനി അടുത്തത് താങ്ക് യു. താങ്ക് യു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും നമുക്ക് ഉപകാരങ്ങൾ ചെയ്യുമോ അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുമോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് താങ്ക് യു. ബേസിക്കലി നമ്മൾ പല സിറ്റുവേഷനിലും നമുക്ക് എന്തെങ്കിലും നല്ലത് ചെയ്താലോ അല്ലെങ്കിൽ നല്ല അംഗീകാരങ്ങൾ കിട്ടിയാലോ അപ്പോൾ നമ്മൾ താങ്ക് യു സോ മച്ച്, നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്താലോ അങ്ങനെയൊക്കെ നമ്മൾ ഒരാളോട് യൂസ് ചെയ്യുന്ന വേർഡാണ് താങ്ക് യു. പിന്നെ യു ആർ വെൽക്കം. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും നമ്മളോട് താങ്ക് യു പറഞ്ഞാൽ നമ്മൾ തിരിച്ച് പറയുന്ന വേർഡാണ് യു ആർ വെൽക്കം എന്നുള്ളത്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ്. അതും നമ്മൾ പല സിറ്റുവേഷനിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരാളെ വീട്ടിലേക്ക് വെൽക്കം ചെയ്യുകയാണെങ്കിൽ അതും പറയും യു ക്യാൻ വെൽക്കം ടു മൈ ഹോം, അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എഴുതി വെക്കും വെൽക്കം എന്ന് പറഞ്ഞിട്ട്. അതൊരു നല്ലൊരു പൊളൈറ്റ് വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, യു ആർ വെൽക്കം എന്ന് പറഞ്ഞിട്ട്. ഇനി അടുത്തത് പാഡേൺ മീ. പാഡേൺ മീ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അതിന് പറയാൻ പല വേർഡ്സും ഉണ്ട്. നമ്മൾ പല സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സാണ് പാഡേൺ മീ എന്ന് വെച്ചാൽ. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ മാപ്പ് പറയുക, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് തിരിച്ച് ചോദിക്കാം പാഡേൺ മീ എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായില്ല, മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമുക്കത് മനസ്സിലായില്ല, ഒന്നും കൂടി പറയുമോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇംഗ്ലീഷിൽ വരുമ്പോഴത്തേക്കും ചോദിക്കാൻ പറ്റുന്ന വേർഡാണ് പാഡേൺ മീ. നമ്മളത് ചോദിക്കും. അത് പല സിറ്റുവേഷനിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓരോ സാഹചര്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ആ വേർഡ് യൂസ് ചെയ്യുന്നത് പാഡേൺ മീ. അടുത്തത് എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ എന്ന് വെച്ചാൽ ക്ഷമാപണം എന്ന് പറയും, അല്ലെങ്കിൽ കാരണം പറയാനോ എന്തെങ്കിലും. ഇപ്പോൾ നമുക്ക് ഒരാളോട് ഒരു വരി ചോദിക്കുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് അറിയാത്ത ആളാണെങ്കിൽ നമുക്കിപ്പോൾ അയാളുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് എക്സ്ക്യൂസ് മീ, ഇപ്പോൾ മുതിർന്ന ആൾക്കാരായാലും ആരായാലും അപ്പോൾ എക്സ്ക്യൂസ് മീ വെച്ച് തുടങ്ങണം നമ്മൾ. എക്സ്ക്യൂസ് മീ ആൻറ്റി, അല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ അങ്കിൾ, എക്സ്ക്യൂസ് മീ സർ, കുടി പ്ലീസ് ടെൽ ദ പ്ലേസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ സ്ഥലം എവിടെയാണ്, ഇത് എങ്ങോട്ടാണ് പോകേണ്ടത്, നമ്മൾ തുടക്കം ഇടുന്നത് എക്സ്ക്യൂസ് മീ വെച്ചിട്ടാണ്. പിന്നെ വന്നിട്ട് ഐ ആം സോറി. സോറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ആരുടെങ്കിലും തെറ്റ് ചെയ്താലോ യൂസ് ചെയ്യുന്ന വേർഡാണ് സോറി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പേഴ്സണലി നമ്മളിപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അങ്ങനത്തെ വേർഡാണ് നമ്മൾ സോറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൊളൈറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഐ എം സോറി. പിന്നെ മേ ഐ ഹെൽപ്പ് യു. ഇപ്പോൾ നമുക്ക് ഒരാളോട് ചോദിക്കാം, അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും മേ ഐ ഹെൽപ്പ് യു. ഇപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷനിൽ പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കടയിൽ നിന്ന് പോയിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് സോ അവർക്ക് വണ്ടിക്കകത്ത് വെക്കണം, അപ്പോൾ നമ്മൾ അവരെ അതിനും ഹെൽപ്പ് ചെയ്യാം, മേ ഐ ഹെൽപ്പ് യു എന്നൊക്കെ ചോദിക്കാം. അതിനൊക്കെ നമ്മൾ ക്യൂട്ടായിട്ട് പൊളൈറ്റായിട്ട് ചോദിക്കാൻ പറ്റുന്ന വേർഡാണ് മേ ഐ ഹെൽപ്പ് യു. പിന്നെ ഐ വുഡ് ലൈക്ക് ഓർ മേ ഐ പ്ലീസ് ഹാവ്. ഐ വുഡ് ലൈക്ക് എന്ന് വെച്ചാൽ ഐ വുഡ് ലൈക്ക് ടു ഹാവ് ഐസ്ക്രീം, അങ്ങനെയൊക്കെ നമ്മൾ പൊളൈറ്റായിട്ട് പറയുന്നത്. പിന്നെ മേ ഐ പ്ലീസ് ഹാവ്, കാരണം മേ ഐ പ്ലീസ് ഹാവ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ മേ ഐ പ്ലീസ് ഹാവ് വിത്ത് യു എ ഡിന്നർ, അങ്ങനെയൊക്കെ ചോദിക്കുക, പൊളൈറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാം. മേ ഐ പ്ലീസ് ഹാവ്, അതും പൊളൈറ്റാണ്. പിന്നെ ദാറ്റ് ഈസ് ഓൾ റൈറ്റ് എന്ന് വെച്ചാൽ അത് അങ്ങനെ ആകട്ടെ നമ്മൾ മലയാളത്തിൽ ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരാളോട് പറയുമ്പോൾ അങ്ങനെ ആകട്ടെ, ദാറ്റ് ഈസ് ഓൾ റൈറ്റ് അങ്ങനെ പറയും നമ്മൾ. പിന്നെ അത് ശരിയാണ്. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നതിൽ ഒരു അഭിപ്രായം പറഞ്ഞ് നമ്മൾ പറയും ഓ അത് ശരിയാണ്, അതാണ് ദാറ്റ് ഈസ് ഓൾ റൈറ്റ്. നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വേർഡ്സൊക്കെ മാറ്റി കൊടുക്കുന്നത്. ഇറ്റ്സ് മൈ പ്ലഷർ എന്ന് വെച്ചാൽ ഇതെൻ്റെ സന്തോഷത്തിനാണ് എന്ന് പറയത്തില്ല. ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ പറയുമ്പോഴോ നമുക്ക് സന്തോഷം തോന്നുകയാണെങ്കിൽ നമ്മൾ ഇറ്റ്സ് മൈ പ്ലഷർ, ഇതെൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്, സന്തോഷത്തിനാണ്,
അതാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ്സ് മൈ പ്ലഷർ. പ്ലീസ് ലെറ്റ് മീ നോ വെൻ യു ആർ അവൈലബിൾ എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴാണ് അവൈലബിൾ ആയിട്ടുള്ളത് എനിക്കൊന്ന് അറിയണം എന്ന് നമ്മൾ പറയത്തില്ലേ, അതാണ് അതിൻ്റെ അർത്ഥം. പ്ലീസ് ലെറ്റ് മീ നോ അതെന്ന് വെച്ചാൽ നമ്മൾ പ്ലീസ് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. ഒരാളോട് ചോദിക്കുമ്പോൾ വെച്ചാൽ നിങ്ങൾ ഒരാളെ മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അവരുടെ സമയമൊക്കെ അന്വേഷിക്കത്തില്ലേ ഇപ്പോൾ വിളിച്ചിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പൊളൈറ്റായിട്ട് ചോദിക്കണം. പ്ലീസ് ലെറ്റ് മീ നോ വെൻ യു ആർ അവൈലബിൾ. നിങ്ങൾ എപ്പോഴാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നോടൊന്ന് ദയവായി എന്നോടൊന്ന് പറയുമോ, അതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ നോ താങ്ക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് തരുമോ, നമുക്ക് ഇപ്പോൾ വേണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം. നോ താങ്ക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേണ്ട. നമുക്ക് ഒരാൾ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കൈമാറുമോ അല്ലെങ്കിൽ തരുമോ ചെയ്യുകയാണെങ്കിൽ നമ്മളപ്പോൾ അവരോട് പറയുന്ന വേർഡാണ് നോ താങ്ക്സ്. പിന്നെ അടുത്തത് മേ ഐ കമ്മിങ്. ഇപ്പം നമ്മൾ അകത്തേക്ക് വരാന് പെർമിഷൻ ചോദിക്കുന്ന പോലെയാണ് മേ ഐ കമ്മിങ്. ഇപ്പം നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞാനൊന്ന് അകത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുന്ന പോലെയാണ് മേ ഐ കമ്മിങ്, ഞാൻ അകത്തേക്ക് വന്നോട്ടെ, അതാണ്. വിൽ യു എന്ന് പറഞ്ഞാൽ നമ്മൾ പല വേർഡ്സും ഉണ്ട്. വിൽ യു കം വിത്ത് മീ അല്ലെങ്കിൽ വിൽ യു ഗോ ഫോർ ടെമ്പിൾ അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കത്തില്ല. വിൽ യു വെച്ചിട്ട് നമ്മൾ ഒരാളോട് സംസാരിക്കാം. വിൽ യു കമ്മിങ്, വിൽ യു ഗോയിങ് അങ്ങനെയൊക്കെ. വുഡ് യു എന്ന് വെച്ചാലും അതുപോലെ തന്നെയാണ്. വുഡ് യു ലൈക്ക് ടു ഹാവ് ഐസ്ക്രീം, നിങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമാണോ, ആ രീതിയിലാണ് നമ്മൾ ചോദിക്കുക. ഒരു സെൻറ്റൻസ് വെച്ചിട്ട് ഫേം ചെയ്യുമ്പോൾ വുഡ് യു ലൈക്ക് ടു ഹാവ് ഐസ്ക്രീം, വുഡ് യു ലൈക്ക് ടു ഗോ ഫോർ എ മൂവി അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. പിന്നെ വുഡ് യു പ്ലീസ് ഹാവ് ഇറ്റ് എന്ന് പറയാം. വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കത്തില്ല. അതുപോലെ തന്നെ വുഡ് യു പ്ലീസ് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണ്. അതേപോലെ തന്നെ കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ നമ്മൾ അതും ചോദിക്കും. കുഡും വുഡും എല്ലാം ഏകദേശം ഒരുപോലെ വന്നു. നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വേർഡ്സൊക്കെ മാറ്റി മറിഞ്ഞ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുഡ് യു പോസിബിൾ, നിങ്ങൾക്ക് പോസിബിൾ ആണോ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ എന്ന് നമ്മൾ ചോദിക്കത്തില്ല. അതാണ് അതിൻ്റെ ഇത്. കുഡ് യു പോസിബിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോസിബിൾ ആണോ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ എൻ്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടാണോ, ആ രീതിയിലൊക്കെ ചോദിക്കുന്നതാണ് നമ്മൾ കുഡ് യു പോസിബിൾ. വുഡ് യു മൈൻഡ് എന്ന് വെച്ചാൽ നിങ്ങൾ അതിന് മൈൻഡ് ചെയ്യുമോ എന്നാണ് അതിൻ്റെ അർത്ഥം ചോദിക്കുന്നത്. വുഡ് യു മൈൻഡ്, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സുണ്ടോ ഇങ്ങനെ അങ്ങനെ ചെയ്യാനായിട്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ല. ഇപ്പോൾ നമുക്കൊരു ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ ഒരു കാര്യം പറയണം, അപ്പോൾ നമ്മൾ അവരോട് പറയാം വുഡ് യു മൈൻഡ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ പോയിട്ട് അത് ചെയ്യാനായിട്ട്, അതാണ് അതിൻ്റെ അർത്ഥം. വുഡ് യു മൈൻഡ്. കുഡ് യു കം ഹിയർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വരാമോ, കുഡ് യു കം ഹിയർ, നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നിവിടെ മേലെ വരാമോ. ക്യാൻ യു ഹോൾഡ് പ്ലീസ്, നിങ്ങൾക്ക് ഇതൊന്ന് പിടിക്കാമോ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മേടിക്കുമോ, കയ്യിൽ എന്തെങ്കിലും ചിലപ്പോൾ ഒരു ഫോൺ വന്നിരിക്കും, കൈ നിറച്ച് സാധനമായിരിക്കും, അപ്പോൾ നമുക്ക് ഹാൻഡ് ഓവർ എനിക്ക് കൂടെ ആരെങ്കിലും കാണും, അപ്പോൾ നമ്മൾ അവരോട് ഹെൽപ്പ് ചോദിക്കുക. കുഡ് യു ഹോൾഡ് പ്ലീസ്, നിങ്ങൾക്കിതൊന്ന് പിടിക്കാമോ കയ്യിൽ, അങ്ങനെ നമ്മൾ ചോദിക്കത്തില്ല. അതാണ് നോ മെൻഷൻ എന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യമോ അങ്ങനെ എന്തെങ്കിലും പറയും നമ്മൾ നോ മെൻഷൻ, കുഴപ്പമില്ല. ഇറ്റ്സ് ഫൈൻ എന്ന് വെച്ചാൽ സുഖമാണ്, കുഴപ്പമില്ല, ഇറ്റ്സ് ഫൈൻ. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും റോഡ് കൂടെ എന്തെങ്കിലും പറ്റിയോ സോറിയൊക്കെ ഇറ്റ്സ് ഫൈൻ, കുഴപ്പമില്ല, നമ്മൾ ആ രീതിയിൽ പറയുന്നത്. ഐ ആം ഫൈൻ താങ്ക് യു. ഇപ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുക ഹൗ ആർ യു എന്ന് പറഞ്ഞതിൻ്റെ മീനിങ്ങാണ് നമ്മൾ ഐ ആം ഫൈൻ, പിന്നെ അതിൻ്റെ കൂടെ താങ്ക് യുവും കൂടി യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ അതാണ് പൊളൈറ്റായിട്ട് നമ്മൾ പറയുക. അവർ ചോദിച്ചതിൻ്റെ പേരിൽ അവർക്കൊരു താങ്ക്സും കൂടി പറയാണ്. ഐ ആം ഫൈൻ താങ്ക് യു. പിന്നെ സോറി ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഇപ്പം നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ സോറി പറയും. അത് സോറി ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, അറിയാതെ പറ്റിയതാണ്, അങ്ങനെയൊക്കെ നമ്മൾ മാപ്പ് പറഞ്ഞിട്ട് അറിയാതെ പറ്റിപ്പോയതാ എന്ന് പറയുന്ന രീതിയിലാണ് അത്. പിന്നെ വന്നിട്ട് ഡോണ്ട് വറി എന്ന് പറഞ്ഞാൽ ഡോണ്ട് വറി എന്ന് വെച്ചാൽ വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. നമ്മൾ ഡോണ്ട് വറി ഇറ്റ് ബി ഓൾ റൈറ്റ്. ഡോണ്ട് വറി വെച്ചിട്ട് നമ്മളത് പറയുന്ന വേർഡാണ് ഡോണ്ട് വറി. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് വെച്ചാൽ നിങ്ങളെ എങ്ങനെയാണ് ഞാൻ സഹായിക്കേണ്ടത്. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് വരുന്നത്. പ്ലീസ് ഹാവ് യുവർ സീറ്റ്. ഇപ്പോൾ നമ്മൾ ഒരാൾ വരുമ്പോഴത്തേക്കും ഇരിക്കാൻ പറയുന്നത് പ്ലീസ് ഹാവ് യുവർ സീറ്റ്, നിങ്ങൾക്ക് ഇരിക്കാം അല്ലെങ്കിൽ താങ്കൾക്ക് ഇരിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പൊളൈറ്റായിട്ട് പറയുന്നത്. പ്ലീസ് ഹാവ് യുവർ സീറ്റ് അല്ലെങ്കിൽ പ്ലീസ് ടേക്ക് യുവർ സീറ്റ് അങ്ങനെയും പറയും, രണ്ട് രീതിയിലും പറയും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പൊളൈറ്റ് വേർഡ്സും ഇതിൽ കുറച്ച് വരുന്ന സെൻറ്റൻസുമാണ്. അപ്പോൾ നമുക്ക് ഈ വേർഡ്സ് വെച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റുകയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ അതിനുള്ള റിപ്ലൈ ഞാൻ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം, ഇതിൻ്റെ വെച്ചിട്ട് സെൻറ്റൻസ് നമുക്ക് പഠിക്കാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ മതി. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ പൊളൈറ്റ് വേർഡ്സ് വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസ് നോക്കാം.
സോ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അത് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞ് ബെലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.